സദാ നന്ദി പറയുന്ന മനുഷ്യർ നീർച്ചാലിനരികെ നട്ടതും ഇല കഴിയാത്തതും യഥാകാലം ഫലം തരുന്നതുമായ വൃക്ഷം പോലെയാണ്. അവർ ദൈവത്തിനെന്നും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തോടുകൂടി അവർ എല്ലാവർക്കും എല്ലാമായി മാറും. ദൈവത്തിൻ്റെ സങ്കീർത്തനം പോലെയായി മാറും. അവർ ജീവിതത്തിലൂടെ ദൈവത്തിന് മാത്രമല്ല, ജന്മം നൽകിയ മാതാപിതാക്കൾക്കും, അറിവിൻ്റെ വെട്ടം നൽകിയ ഗുരുഭൂതന്മാർക്കും, സുഹൃത്തുക്കൾക്കും, പിറന്ന നാടിനും പിറന്ന മണ്ണിനുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കിന്ന് വചനം ആസ്പദമാക്കിയുള്ള നന്ദിയുടെ ഒരു ധ്യാനം ഹൃദയപൂർവ്വം നടത്താം. ഒരൊറ്റ കാര്യമേ എനിക്ക് ഉറപ്പ് തരാനുള്ളൂ. ഈ ധ്യാനം വചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി പുഞ്ചിരിയുള്ള ഒരു മുഖത്തോടുകൂടി, നന്ദി നിറഞ്ഞ ഒരു ഭാവത്തോടുകൂടി നടത്തുകയാണെങ്കിൽ ജീവിതത്തിന് അത്ഭുതകരമായ വിധത്തിലുള്ള ഒരു സന്തോഷം ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. ആകാശം വിശാലമാകും. ചിറക് വിരിത്തി പറക്കുന്നവരെ പോലെ നമ്മൾ മാറും. അതുതന്നെയാണല്ലോ നമ്മുടെ സ്വപ്നവും. ശുദ്ധിയുള്ള മനസ്സോടും ശരീരത്തോടും കൂടി നമുക്ക് ധ്യാനത്തിലേക്ക് ഹൃദയപൂർവ്വം പങ്കുചേരാം. ഈ ധ്യാനത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യം വിസ്മയനീയമായ വിധത്തിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശരീരത്തിലെ ഓരോ അവയവങ്ങളും അവിടത്തേക്ക് സമർപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവം വിസ്മയനീയമായ വഴികളിലൂടെ നമ്മെ വഴി നടത്തി ആ വഴികളെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് വീണ്ടും നന്ദി പറയാം. മൂന്നാമതായിട്ട് വിസ്മയനീയമായ വിധത്തിൽ പല ആളുകളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ആദ്യം നമ്മെ തന്നെ ഒന്ന് ശാന്തരാക്കാം. ഫിലിപ്പിയ 4:6 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. നമുക്ക് നമ്മുടെ ശ്വസന താളം അല്പം മന്ദഗതിയിലാക്കാം. നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് കവിഞ്ഞിറങ്ങുന്നുണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. ആദ്യ ഭാഗം ശിരസിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം തൻ്റെ അഭിഷേക തൈലം കൊണ്ട് എന്നെ അഭിഷേചിക്കുന്നു. എൻ്റെ മുടിനാരിഴ പോലും അവിടുന്ന് എണ്ണി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ശിരസിൽ അനുഗ്രഹങ്ങളുടെ കിരീടം അവിടുന്ന് അണിയിക്കുന്നു. എല്ലാവരുടെ മേൽ ഉയർന്നു നിൽക്കുവാൻ, തല ഉയർത്തി നിൽക്കുവാൻ തക്ക വിധത്തിൽ കൃപ കൊണ്ട് എന്നെ അണിയിക്കുന്നു. എൻ്റെ ദൈവമേ, അങ്ങയുടെ വിസ്മയനീയമായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. മുഖത്തേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. ദൈവമേ, അങ്ങയുടെ മുഖപ്രകാശം എൻ്റെ മുഖത്ത് പ്രസരിക്കുവാൻ അങ്ങ് ഇന്ന് ഇടവരുത്തുന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ വിസ്മയനീയമായ വിധത്തിൽ സൃഷ്ടിക്കപ്പെട്ടയാളാണ് എന്നൊരു ചിന്ത എനിക്ക് ഉണ്ട്. അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചതിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ എല്ലാ സൃഷ്ടികളും അത്ഭുതകരമാണ്. ദൈവമേ, അത്ഭുതകരമായി എന്നെ സൃഷ്ടിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ കണ്ണുകളിലേക്ക് നമ്മുടെ ധ്യാന ചിന്തകൾ കൊണ്ടുവരാം. കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം എന്നെ നയിക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ നയിക്കുന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ കണ്ണിലെ കണ്ണീരൊപ്പുന്നു. എൻ്റെ തടിക്കഷ്ണങ്ങൾ എടുത്തു മാറ്റുന്നു. അങ്ങയുടെ സ്നേഹത്താൽ ആന്തരിക നേത്രങ്ങൾ തുറക്കുന്നു. അഞ്ജനമെഴുതുന്നു. പുതിയ കാഴ്ചകൾ കാണുവാൻ വേണ്ടി ഇന്ന് എൻ്റെ കണ്ണുകളെ അങ്ങൊരുക്കുന്നു. എൻ്റെ അന്ധത അങ്ങ് മാറ്റുന്നു. ജ്ഞാനപ്രകാശം അങ്ങെന്നിൽ നിറക്കുന്നു. ദൈവമേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ചെവികളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ദൈവമേ, അങ്ങ് എഫ്ഫാത്ത എന്ന് പറഞ്ഞ് എൻ്റെ കർണപുടങ്ങൾ തുറക്കുന്നു. അങ്ങയുടെ വചനത്തിന് കാതോർക്കുവാൻ അങ്ങെന്നെ സജ്ജനാക്കുന്നു.
നമുക്ക് അധരങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. ദൈവമേ, എൻ്റെ അധര കവാടങ്ങൾക്ക് അങ്ങ് നിരന്തരം കാവലേർപ്പെടുത്തുന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ വായ്ക്ക് കാവൽക്കാരനെയും എൻ്റെ നാവിന് വിവേകത്തിൻ്റെ മുദ്രയും ഏർപ്പെടുത്തുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഉചിതമായ സമയമാകുന്നത് വരെ മൗനം പാലിക്കുവാൻ എന്നെ സഹായിക്കുന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അനീതി പറയുന്ന, അസത്യം പറയുന്ന, പരദൂഷണം പറയുന്ന നാവ് എന്നിൽ നിന്നും എടുത്തു മാറ്റുന്നതിന് ഞാൻ അങ്ങേക്ക് ദൈവമേ നന്ദി പറയുന്നു. അങ്ങയുടെ സ്തുതിഗീതം എൻ്റെ അധരങ്ങളിൽ നിറക്കുന്നതിന് ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നമ്മുടെ ചിന്തകൾ ഇപ്പോൾ നമ്മുടെ നാസാരന്ധ്രങ്ങളിലേക്ക് കൊണ്ടുവരാം. ദൈവമേ, അങ്ങേ നിശ്വാസം അയച്ച് അങ്ങ് ഭൂമുഖത്തെ നവീകരിക്കുന്നത് പോലെ എന്നെയും അങ്ങ് നവീകരിക്കുന്നു. അങ്ങയുടെ നിശ്വാസത്തിന്, ജീവന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് നമ്മുടെ തോൾ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ദൈവമേ, അങ്ങ് ദാവീദ് ഭവനത്തിൻ്റെ താക്കോലുകൾ എൻ്റെ തോളിൽ നിക്ഷേപിക്കുന്നു. അങ്ങ് എനിക്ക് അധികാരവും ശക്തിയും നൽകുന്നു. അങ്ങ് എൻ്റെ തോളത്തു നിന്നും ദുർവഹമായ ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റുന്നു. അങ്ങ് എനിക്ക് കരുത്തിൻ്റെ ദുർഗമായി മാറുന്നു. അതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് പതുക്കെ നമ്മുടെ ഹൃദയഭാഗത്തേക്ക് ധ്യാന ചിന്തകൾ കൊണ്ടുവരാം. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ വീണ്ടും സൃഷ്ടിക്കുന്നതിനും നവചൈതന്യം വീണ്ടും നൽകുന്നതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ശിലാഹൃദയം എടുത്തുമാറ്റി മൃദുഹൃദയം അങ്ങ് തന്നതിനും ആ മൃദുഹൃദയത്തിൽ അങ്ങയുടെ വചനങ്ങൾ അങ്ങ് കോറിയിടുന്നതിനും നന്ദി പറയുന്നു. ദൈവമേ, എൻ്റെ തകർന്നു നുറുങ്ങിയ ഹൃദയം അങ്ങ് നിരസിച്ചില്ല. അതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകൾ അങ്ങ് വച്ചുകെട്ടി അങ്ങയുടെ ലേപനത്താൽ അങ്ങ് എന്നെ സൗഖ്യമാക്കി. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്ന എൻ്റെ അവസ്ഥകളിൽ എന്നെ ചിതറിച്ച് കളയുന്നതിന് പകരം അങ്ങ് എന്നെ വിനയാന്യതനായി മാറ്റി. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നീർച്ചാലുകൾ ഒഴുക്കുകയും ജ്ഞാനം എൻ്റെ ഹൃദയം എന്നോട് മന്ത്രിക്കുവാൻ അങ്ങ് ഇടവരുത്തുകയും ചെയ്തു. ദൈവമേ, തകർന്ന ഹൃദയം അങ്ങ് സമീപസ്ഥനാണ് എന്ന് നിരന്തരം പറഞ്ഞെന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പരമാർത്ഥ ഹൃദയത്തോടുകൂടി അങ്ങയെ തേടുവാൻ അങ്ങെന്നെ പഠിപ്പിച്ചു തരുന്നു. നല്ല ദൈവമേ, അങ്ങേക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നമുക്ക് നമ്മുടെ കൈകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ദൈവമേ, ഞാൻ കൈകൾ നീട്ടി അങ്ങയെ സ്തുതിക്കുന്നു. കൈകൂപ്പി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിരൽത്തുമ്പിനാൽ അങ്ങെനിക്ക് രൂപം നൽകി. അങ്ങയുടെ കൈകളിൽ അങ്ങെന്നെ താങ്ങിയെടുത്തു. ഞാൻ വീണപ്പോഴും അങ്ങെന്നെ കൈപിടിച്ച് ഉയർത്തി. മാത്രമല്ല, അങ്ങ് എൻ്റെ ശരീരം ഹിസോപ്പ് കൊണ്ട് കഴുകി ശുദ്ധിയാക്കുകയും എന്നെ മേൽത്തരം വസ്ത്രങ്ങൾ അണിയിക്കുകയും മുഷിഞ്ഞ വസ്ത്രങ്ങൾ എന്നിൽ നിന്ന് അഴിച്ചു മാറ്റുകയും എന്നെ അങ്ങയുടെ മുദ്രമോതിരം കൊണ്ട് മഹത്വം ചാർത്തുകയും എനിക്ക് വേണ്ടി വിരുന്നൊരുക്കുകയും തന്നെ അങ്ങനെക്ക് ഭക്ഷിക്കുവാനായി നൽകുകയും ചെയ്തു. എൻ്റെ ദൈവമേ, അങ്ങേ വലത് കരം കൊണ്ട് അങ്ങ് ശക്തി പ്രകടമാക്കി. അങ്ങെൻ്റെ വലതു ഭാഗത്തിലുള്ളതിനാൽ ഞാൻ തെല്ലും കുലുങ്ങുകയില്ല. എൻ്റെ തമ്പുരാനെ, അങ്ങയുടെ കൈകളിൽ എൻ്റെ കരങ്ങൾ ചേർക്കുന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് പതുക്കെ നമ്മളുടെ കാൽ ഭാഗത്തേക്ക് നമ്മുടെ ധ്യാനചിന്തകൾ കൊണ്ടുവരാം. ദൈവം വിശ്വസ്തതയും നീതിയും കൊണ്ട് അരക്കച്ച മുറുക്കി തന്നു. അതിന് ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ഉദരപേശികൾക്ക് നീർ കുതിരയുടെ ശക്തി അങ്ങ് തന്നു. നന്ദി പറയുന്നു. എൻ്റെ കാലുകൾ അങ്ങ് ഇരുമ്പ് ദണ്ട് പോലെയാക്കി മാറ്റി. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദുർബലമായ കാലുകൾ അങ്ങ് ശക്തിയുള്ളതാക്കി. ഞാനതിന് നന്ദി പറയുന്നു. അങ്ങയുടെ മുമ്പിൽ മാത്രം കാൽ മുട്ടുകൾ മടക്കുവാൻ വേണ്ടി അങ്ങ് എന്നെ ശക്തനാക്കി മാറ്റി. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ആരും കുതികാൽ വെട്ടുവാൻ അങ്ങ് ഇടവരുത്തുന്നില്ല. ദൈവമേ, എൻ്റെ പാദങ്ങൾ അങ്ങ് ഉയർന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തി. എൻ്റെ പാദങ്ങൾക്ക് അങ്ങേ വചനം ദീപമായി മാറി. എൻ്റെ പാദങ്ങൾ വചനത്താൽ അഴകുള്ളതാക്കി അങ്ങ് മാറ്റി. എൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അങ്ങ് മാലാഖമാരെ അയച്ചു. ഞാൻ വഴുതി വീഴാതിരിക്കുവാൻ വേണ്ടി
അങ്ങ് എന്നെ നിരന്തരം കാത്തു പരിപാലിക്കുന്നു. എൻ്റെ നല്ല ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വടിയും ദണ്ടും തന്ന് എന്നെ കൈപിടിച്ച് നടത്തുന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കരുണയുടെ കയർ പിടിച്ച് അങ്ങ് എന്നെ നടത്തുന്നു. അങ്ങാണ് എന്നെ നടക്കാൻ പഠിപ്പിച്ചത്. നല്ല ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ ഇടയ്ക്ക് വീണു പോകുമ്പോഴും അങ്ങ് എന്നെ കൈപിടിച്ചുയർത്തി എഴുന്നേൽക്കുക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്നു. അങ്ങ് എന്നെ ജനതകൾക്കായി അയക്കുന്നു, ഞാനതിന് നന്ദി പറയുന്നു. എൻ്റെ ദൈവമേ, അങ്ങ് എൻ്റെ മുന്നേ പോകുന്നു, ഭയപ്പെടേണ്ട, എൻ്റെ കൈപിടിച്ച് മുന്നേ വരിക, അനുഗമിക്കുക എന്നോട് പറയുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ നല്ല ദൈവമേ, എൻ്റെ ചുറ്റിലും ആയിരങ്ങൾ നിലത്ത് വീണാലും എനിക്ക് ആത്മവിശ്വാസം കുറയുന്നില്ല. കാരണം അങ്ങൻ്റെ പ്രകാശവും രക്ഷയുമായി കൂടെയുണ്ട്. അതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദണ്ടും ഊന്നുവടിയും എനിക്ക് ധൈര്യമേകുന്നു. നിശ്ചല തടാകത്തിലേക്ക് അങ്ങനെ ആനയിക്കുന്നു. ഞാൻ നല്ല ഓട്ടം ഓടി, നല്ല ഓട്ടം പൂർത്തിയാക്കി, നീതിയുടെ കിരീടം അങ്ങയുടെ കൃപയാൽ സ്വന്തമാക്കും. അതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്കിനി 107 സങ്കീർത്തനം ഉപയോഗിച്ചുകൊണ്ട് ധ്യാനത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. വാസയോഗ്യമായ നഗരത്തിലേക്ക് അവിടുന്ന് എന്നെ കൈപിടിച്ച് നടത്തി. ഞാൻ വിശന്നും ദാഹിച്ചും വലഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് വെള്ളവും ഭക്ഷണവും കൃത്യമായിട്ട് നൽകി. എൻ്റെ ദൈവമേ, അങ്ങേക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് കർത്താവിൻ്റെ വിസ്മയകരമായ വഴികളെക്കുറിച്ച് ധ്യാനിക്കാം. കഷ്ടതയുടെ കാലങ്ങളിൽ കർത്താവ് എനിക്ക് ആശ്വാസമായി വന്നു. അവിടുന്ന് എനിക്ക് അന്ധകാരത്തിൻ്റെയും മരണത്തിൻ്റെയും നിഴലിൽ നിന്നും പുറത്തേക്കുള്ള വഴി കാണിച്ചു തന്നു. കർത്താവിൻ്റെ കാരുണ്യത്തെ പ്രതി എല്ലാ ബന്ധനങ്ങളുടെയും പിച്ചളവാതിലുകൾ അവിടുന്ന് തകർത്തു. ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുന്നു. എനിക്ക് ചില ശീലങ്ങൾ ഉണ്ടായിരുന്നു, ശരിയല്ലാ ശീലങ്ങളും ശരിയില്ലാ കൂട്ടങ്ങളും ശരിയില്ലാ കൂട്ടുകളും. തമ്പുരാൻ അതെല്ലാം തകർത്തു. അവിടുന്ന് എൻ്റെ കഷ്ടതയിൽ എന്നോട് കരുണ കാണിച്ചു. വചനം അയച്ച് എന്നെ സൗഖ്യപ്പെടുത്തി. രോഗാവസ്ഥകളിൽ അവിടുന്ന് എനിക്ക് അങ്ങയുടെ സൗഖ്യത്തിൻ്റെ തൈലമായിട്ട് മാറി. കൃതജ്ഞതാ ബലി അർപ്പിക്കുവാനും ആനന്ദഗീതം ആലപിച്ച് അവിടത്തേക്ക് നന്ദി അർപ്പിക്കുവാനും പറ്റുന്ന വിധത്തിൽ അവിടുന്ന് എന്നെ അത്ഭുതകരമായി നയിച്ചു. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ കൊടുങ്കാറ്റ് വീശിയപ്പോൾ അവിടുന്ന് കൊടുങ്കാറ്റ് ശാന്തമാക്കി. എൻ്റെ ധൈര്യം ചോർന്നു പോയ സമയത്ത് അവിടുന്ന് എൻ്റെ കൈ പിടിച്ചു. ഞാൻ ഉന്മത്തിനെ പോലെ ആടി ഉലഞ്ഞു വേച്ചു നടന്നപ്പോൾ അവിടുന്ന് എന്നെ കൃപയിൽ സ്ഥിരപ്പെടുത്തി. ദൈവമേ, ശാന്തത തന്നതിന്, സൗമ്യത തന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. വാടകയൊന്നും കൊടുക്കാതെ നമ്മൾ താമസിക്കുന്ന അതിസുന്ദരമായ വാടക വീടായ ഈ പ്രപഞ്ചത്തിന് വേണ്ടിയും ദൈവത്തിന് നന്ദി പറയാം. സങ്കീർത്തനം 19:1. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. 104 സങ്കീർത്തനം 24 വാക്യം. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണ്ണങ്ങളാണ്. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും. നമുക്ക് ചുറ്റുമുള്ള സർവ്വതും ദൈവം നമുക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി തന്നതിനെ ഓർത്ത് നന്ദി പറയാം. സങ്കീർത്തനം 85:4. അഗാധ തലങ്ങളും പർവ്വതങ്ങളും സമുദ്രങ്ങളും കരകളും എല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവമേ, ഇത്ര സുന്ദരമായ വൈവിധ്യപൂർണമായ ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവസാന ഭാഗമായിട്ട് നമുക്ക് ദൈവം അനുവദിച്ച് തന്ന നിരവധിയായ ബന്ധുക്കളെയും ബന്ധങ്ങളെയും ഓർത്ത് അതിന് നന്ദി പറയാം. നമുക്ക് ജീവൻ്റെ ദാനം നൽകിയ മാതാപിതാക്കൾ, ജീവൻ എന്ന ദാനം ദൈവം നമുക്ക് നൽകിയത് മാതാപിതാക്കൾ എന്ന ദാനത്തിലൂടെയാണ്. ദൈവമേ, അതിന് നന്ദി. ജ്ഞാനം എന്ന ദാനം ഗുരുക്കളിലൂടെയാണ് ദൈവം തന്നത്, അതിന് നന്ദി. ദൈവമേ, എനിക്ക് സംരക്ഷണം നൽകിയത് എൻ്റെ രാജ്യവും എൻ്റെ രാജ്യഭരണാധികാരികളുമാണ്. അവർക്ക് വേണ്ടി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു.
അങ്ങയുടെ സ്നേഹത്തിൻ്റെ വഴികളിലൂടെ എന്നെ അനയിച്ച എൻ്റെ മിത്രങ്ങളെ, ബന്ധുക്കളെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. എന്നെ നിരന്തരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഉപകാരികളെ ഓർക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. എന്നെ നിരന്തരമായി കുറ്റപ്പെടുത്തി എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളായി സ്വയം മാറിയവരെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. അവർക്ക് വേണ്ടി നന്ദി പറയുന്നു. എൻ്റെ ദൈവമേ, അങ്ങ് അനുവദിച്ചു തന്ന എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയ ദാനത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ അവസരത്തിലും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ദൈവമേ, ജീവിതം നീണ്ടു നിൽക്കുന്ന കൃതജ്ഞതാഗീതമാക്കി മാറ്റുവാൻ അങ്ങനെ ഇടവരുത്തണമേ. ആമേൻ.